ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സ്ത്രീകൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഒപ്പം തന്നെ കാർ ഡ്രൈവിംഗ് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് സഹായകരമാകട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ കാർ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് കാർ ഡ്രൈവിംഗ് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിവിടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറുമ്പോൾ നമുക്കിവിടെ ഒരു ഡാഷ്ബോർഡ് കാണാം. ഓക്കെ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ചാണ് നമ്മൾ വണ്ടിയുടെ ദിശ മാറ്റുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഇവിടെയാണ് നമ്മളുടെ താക്കോലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് ഈ കീ ഇടുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കീ ഇട്ടതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒരു തിരിവ് തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു രണ്ടാമത്തെ ഒരു തിരിവും കൂടെ തിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മീറ്റർ കൺസോൾ കാണും. ഈ മീറ്റർ കൺസോളിൽ ലൈറ്റൊക്കെ തെളിയും. നിങ്ങൾ നോക്കി, ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ തെളിഞ്ഞു. രണ്ടാമത് നമ്മൾ ഇങ്ങോട്ട് കീ ഇട്ടപ്പം ഇനി നമ്മൾ വീണ്ടും ഈ കീ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകും. ഓക്കെ, അപ്പം മൂന്നാമത്തെ തിരിവിനാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഓർക്കുക. ഓക്കെ, നിങ്ങൾക്കതൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് കാണുന്നത് വണ്ടിയുടെ ഇൻഡിക്കേറ്റർ സ്വിച്ചുകളാണ്. ഇപ്പം നമുക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി ഇടത്തോട്ടൊന്ന് തിരിയണം. ഈ ഇൻഡിക്കേറ്റർ സ്വിച്ച് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതെ ഇടത്തോട്ടുള്ള ഇൻഡിക്കേഷൻ ഇവിടെ തെളിയും. ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്രണ്ടിലെ ഇടത്തെ സൈഡിലുള്ള ലൈറ്റുകൾ തെളിയും. ഇനി ഇവിടുന്ന് തൊട്ട് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലത്തെ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ തെളിയും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വണ്ടിയുടെ ഈ 3 പെഡലുകളെ കുറിച്ചാണ്. അതായത് ഈ 3 പെഡൽ എന്ന് പറയുന്നത്, ഇത് ആക്സിലറേറ്റർ, ഇത് ബ്രേക്ക്, ഇത് ക്ലച്ച്. ഈ കാണുന്ന ആക്സിലറേറ്റർ പെഡലും ഈ കാണുന്ന ബ്രേക്ക് പെഡലും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഈ വലത്തെ കാൽ ഉപയോഗിച്ചാണ്. അതുമാത്രം നിങ്ങളൊന്ന് ഓർക്കുക. ഇടത്തെ കാലിൻ്റെ ഉപയോഗം ക്ലച്ച് ചവിട്ടാനാണ്. അപ്പോൾ ഈ ആക്സിലറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് വണ്ടിക്ക് വേഗത കൂട്ടാനും വേഗത കുറയ്ക്കാനും നമ്മൾ ഈ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്. ഈ ബ്രേക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ടാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്ലച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ എല്ലാവരുടെയും വണ്ടിക്ക് എഞ്ചിനുണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ എടുത്തിട്ടാണ് പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യും. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം. ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്താണ് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ നമ്മുടെ ഗിയറിലേക്ക് വന്നിട്ട് ഗിയറിൽ നിന്ന് നമ്മുടെ വീലുകളിലേക്ക് ആ ഒരു പവർ ചെല്ലുന്നു. അങ്ങനെ നമുക്ക് പവറിനെ വേരി ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ നമ്മൾ വണ്ടി എടുത്തു, ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഇച്ചിരി കൂടെ സ്പീഡിൽ പോകണം. അപ്പോൾ അങ്ങനെ പവറിനെ വേരി ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ക്ലച്ച് ചവിട്ടിയിട്ട് ഓരോ ഗിയറും ഇങ്ങനെ മാറുന്നത്. ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് നമ്മൾ ഇങ്ങനെ ഇടുന്നു, അല്ലെങ്കിൽ തേർഡിലേക്ക് നമ്മൾ ഇടുന്നത് ഇങ്ങനെ ക്ലച്ച് ചവിട്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് അങ്ങനെ ക്ലച്ച് ചവിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഇടയിൽ ക്ലച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഞ്ചിനിൽ നിന്ന് വരുന്ന ആ പവറിനെ ഗിയറിലേക്ക് എത്തി വീലുകളിലേക്ക് എത്തിക്കാനായിട്ട് ഇടയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ക്ലച്ച്. അപ്പോൾ ഈ ക്ലച്ച് ഇടയ്ക്കിടയ്ക്ക് ചവിട്ടാതെ നമ്മൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് കേൾക്കും, ഒരു കരകര സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ടും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ പ്രധാനമായിട്ടും തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഒരു വണ്ടിയെ നമുക്ക് പതുക്കെ മുന്നോട്ട് നീക്കാനും നിർത്താനുമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ആദ്യം പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വണ്ടി പെട്ടെന്നൊന്ന് എടുത്തു, വണ്ടി പെട്ടെന്ന് നിർത്താനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപകടം ഉണ്ടാകത്തില്ല. കാരണം വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്നൊന്ന് നിർത്താനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അതിനാദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ കാലെടുത്ത് ബ്രേക്ക് പെഡലേ വെക്കുക. നമ്മൾ ബ്രേക്ക് വെക്കുന്നത് എന്തിനാണ്? വണ്ടി എങ്ങോട്ടും ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ ബ്രേക്കേ കാല് വെക്കുന്നു, അല്ലെങ്കിൽ വണ്ടി സ്ലോ ചെയ്യാനായിട്ടാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കണം. അങ്ങനെ ചവിട്ടുന്ന സമയത്താണ് വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷനൊക്കെ കട്ട് ഓഫ് ആകുന്നത്. ഓക്കെ, അങ്ങനെ കട്ട് ഓഫ് ആയതിനു ശേഷം നമ്മൾ വണ്ടിയുടെ താക്കോല് തിരിച്ചിട്ട് മൂന്നാമത്തെ തിരിവിന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു.
ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ചേക്കുന്നത് കൊണ്ട് വണ്ടി ഒരു കാരണവശാലും ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകത്തില്ല, വണ്ടി സേഫാണ്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് വണ്ടിയെ മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം. അപ്പോൾ ഗിയറിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഗിയറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു അടയാളം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇവിടെയാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ ഇതിൻ്റെ തൊട്ട് മേളിലും താഴെയായിട്ടാണ് ഉള്ളത്. അപ്പോൾ സെൻറ്റർ ഭാഗം എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, ആ ഒരു ഭാഗത്ത് ഒന്നുമില്ല, വണ്ടി ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. വണ്ടി ഏതെങ്കിലും ഒരു കയറ്റത്തോ ഇറക്കത്തോ ആണെങ്കിൽ വണ്ടി ഉരുണ്ടു പോകും. അതായത് വണ്ടി ഫ്രീ ആണ്, എഞ്ചിനും ഗിയർ ബോക്സും ആയിട്ടൊന്നും ഒരു പിടുത്തവും ഇല്ല, വണ്ടി ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ന്യൂട്രൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഗിയർ ലിവർ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക്, ന്യൂട്രൽ പോയിന്റിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് വീഴും, അത്രേ ഉള്ളൂ. ഇനി സെക്കൻഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചിടുവാണെങ്കിൽ നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ച് ഫസ്റ്റ് ഇതേ ന്യൂട്രൽ വന്നു, കണ്ടില്ലേ? അതിനുശേഷം തൊട്ട് താഴോട്ടിട്ടാൽ സെക്കൻഡ് വീഴും, അത്രേ ഉള്ളൂ. ഇനി തേർഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് നമ്മൾ ഗിയർ ലിവറിൽ കൈ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ ന്യൂട്രൽ വീഴും. ഓക്കെ, ന്യൂട്രൽ വീണ് കഴിഞ്ഞാൽ തേർഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത്, നോക്കുക, ഈ ഒരു ഭാഗത്താണ് തേർഡ് ഗിയർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡിൽ നിന്ന് ന്യൂട്രലായി കഴിഞ്ഞതിന് ശേഷം ഗിയർ ലിവർ ഇങ്ങോട്ടോ മാറാതെ സെൻറ്ററിലാക്കിയിട്ട് ഇത് മേളിലേക്ക് ജസ്റ്റ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് വീഴും. ഓക്കെ, ഇനി ഫോർത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഗിയർ ലിവർ തൊട്ട് താഴോട്ടിട്ടാൽ ന്യൂട്രൽ വരും. അതിനുശേഷം ഫോർത്ത് ഗിയർ ഈ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ലിവർ ഇങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ടും പോകാൻ പാടില്ല, ലിവർ സെൻറ്റർ ആക്കിയിട്ട് ഇത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് താഴോട്ടിട്ടാൽ നമുക്ക് ഫോർത്ത് ഇടാം. ഇനി റിവേഴ്സിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ന്യൂട്രലിലേക്ക് ഇങ്ങനെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക, തൊട്ട് മേളിൽ ന്യൂട്രലാണ്. അപ്പം ന്യൂട്രലിൽ വന്നിട്ട് നമുക്ക് എല്ലാ ഗിയറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, അത് കൃത്യമായിട്ട് ഓർക്കുക. അപ്പം ന്യൂട്രൽ വന്നിട്ട് അടുത്ത ഗിയർ നോർത്താൽ മതി. ഇപ്പം നമുക്ക് റിവേഴ്സിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വന്നു, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുക, റിവേഴ്സ് ഇവിടെയാണുള്ളത്, എന്നിട്ട് താഴോട്ടിട്ടാൽ നമുക്ക് റിവേഴ്സ് വീഴും. അപ്പോൾ ഈ ഒരു അടയാളം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഗിയർ ഇടും. ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കാല് വെക്കുന്നു, ക്ലച്ച് ചവിട്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് വണ്ടി മൂവ് ആക്കാനായിട്ട് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. കാരണം എന്താണ്, നമുക്ക് ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടിയെ മൂവ് ആക്കാനായിട്ടുള്ള ഒരു പവർ കിട്ടുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ കാലത്ത് ഡ്രൈവർമാർ ഒരു വണ്ടി കയറ്റത്തോ ഇറക്കത്തോ ഒക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ടയറിൻ്റെ പുറകിൽ കല്ലെടുത്ത് വെക്കുമായിരുന്നു. കാരണം വണ്ടി ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് കല്ലെടുത്ത് വെക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി ഒരു സൈഡിലൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ 2 ടയർ ലോക്ക് ചെയ്യാനായിട്ടാണ് ഈ ഹാൻഡ് ബ്രേക്ക് ഇടുന്നത്. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ വണ്ടിയുടെ ബാക്കിലെ 2 ടയറും ലോക്കാകും, വണ്ടി ഉരുണ്ടു പോകത്തില്ല. അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ലോക്ക് അഴിച്ച് മാറ്റുക. അപ്പോൾ നമുക്ക് വണ്ടി പിന്നെ മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് കഴിയും. അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലറേറ്റർ പെഡലെ കാല് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ രീതിയിലുള്ള ആക്സിലറേഷൻ നിങ്ങൾ ലൈറ്റായിട്ട് കൊടുക്കണം, ഒരുപാട് കൊടുക്കരുത്, ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുക, ചെറിയ രീതി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കും. ഇത് ഞാൻ ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് വരുന്നു. കാലയച്ച് വരുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഒരു പോയിന്റിലേക്ക് വരും, അതാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്. അപ്പോൾ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുന്ന ഒരു പോയിന്റാണ് ഹാഫ് ക്ലച്ച് പോയിന്റ്. ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുമ്പോൾ ഇതേ വണ്ടി ഇങ്ങനെ പതിയെ അനങ്ങും. അതിനുശേഷം നമ്മളിവിടെ പതുക്കെ ആക്സിലറേഷനും കൂടെ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയക്കുമ്പോൾ വണ്ടി ഇതേ ഇങ്ങനെ മൂവ് ആകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വണ്ടിയെ ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് മൂവ് ആക്കാം. ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം, പഴയപടി നമ്മൾ ബ്രേക്കിലേക്ക് ആദ്യം വരുന്നു, അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് വണ്ടി നമ്മളിതേ ബ്രേക്കിലും ക്ലച്ചിലുമായിട്ട് ഇങ്ങനെ വണ്ടി നിർത്തുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നിങ്ങൾ സ്റ്റിയറിംഗ് ആണ് ഇനി പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത്. സെക്കൻഡ് ഗിയറിലേക്ക് ഒന്നും ഇടണ്ട, നിങ്ങൾ ജസ്റ്റ് സ്റ്റിയറിംഗിൻ്റെ മേളിൽ ഇതേ ഇങ്ങനെ കൈ പിടിക്കുക. എന്നിട്ട് നമുക്ക് വലത്തോട്ടാണ് തിരിയേണ്ടതെങ്കിൽ ഇതേ ഇങ്ങനെ നിങ്ങൾ എടുത്തെടുത്ത് സ്റ്റിയറിംഗ് തിരിക്കുക. ഇനി ഇടത്തോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതേ സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. ഓക്കെ, ആ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാടൊന്നും നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. ഓരോ തിരിവിലും നിങ്ങൾ ചെറുതായിട്ട് ചെയ്താൽ മതി. ഇതേ ഇപ്പം നമുക്ക് ഇടത്തെ സൈഡിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ താഴോട്ട് നമ്മൾ പതിയൊന്ന് വലിക്കുക. അപ്പം നമ്മുടെ വലത്തെ കൈ ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുക, കണ്ടില്ലേ? ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു. അതിനുശേഷം ജസ്റ്റ് ഇത് ഇങ്ങനെ എടുത്ത് അയച്ച് നേരെയാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് വണ്ടി കുറച്ച് ദൂരം ഒന്ന് ഓടിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഒപ്പം തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ബലത്തിൽ സ്റ്റിയറിംഗ് പിടിക്കാതിരിക്കുക. ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഗിയർ ഷിഫ്റ്റിംഗ്, അടുത്ത ഓരോ ഗിയർ ഇട്ട് ഓടിക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി സെക്കൻഡ് ഇടുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക, ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്തിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക.
ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ചെറിയൊരു കയറ്റമാണ്, ഒത്തിരി വലിയ കയറ്റമല്ല. സെക്കൻഡ് ഗിയറിൽ നമ്മളിങ്ങനെ പോകുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗിയർ ഇടുമ്പോൾ ഞാനിവിടെ ചെയ്തത് ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. അപ്പം ഗിയർ ഇട്ട സമയത്ത് ഞാൻ ക്ലച്ചിൽ നിന്ന് പെട്ടെന്നാണ് കാലെടുത്തത്. എന്തുകൊണ്ട്? ഓൾറെഡി വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളൊരു ഫസ്റ്റ് ഗിയറിൽ ആദ്യം വണ്ടി എടുക്കുമ്പോൾ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാല് എടുത്തിട്ടാണ് നമ്മൾ വണ്ടിയെ മൂവ് ആക്കുന്നത്. എന്നാൽ പിന്നെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ഓരോ ഗിയർ ഇടുമ്പോൾ നമ്മൾ ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ചിൽ നിന്ന് കാല് പെട്ടെന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാല് പതിയെ എടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക. ഇപ്പം ഞാനിങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കി കഴിഞ്ഞാൽ തേർഡ് ഗിയർ ഇടാൻ കഴിയും. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ, നല്ല സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ നമുക്ക് തേർഡ് ഗിയറിൽ നിന്ന് വീണ്ടും നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇടാൻ പറ്റും. ഇതാണ് ഗിയർ നമ്മൾ മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അത് നിങ്ങളെ ഞാൻ കാണിച്ചത്. ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോവാണ്. ഇനി നമുക്ക് തേർഡ് ഇടേണ്ട ഒരു സാഹചര്യം വരുന്ന എപ്പോഴാണ്? ഫസ്റ്റ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ, ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആയി, ഇപ്പോൾ ഞാൻ കയറ്റം കയറി സെക്കൻഡ് ഗിയറിൽ വന്നു, ചെറിയ കയറ്റമാണ്, റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. കണ്ടില്ലേ? എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാലെടുത്തിട്ട് വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകാം. വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുക, അതിനുശേഷം ക്ലച്ച് പിടിക്കുക, ഫോർത്ത് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോർത്തിലേക്ക് ഇട്ടിട്ട് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് പോകാം. ഇനി നിങ്ങൾ ഡ്രൈവിങ് നിങ്ങൾക്ക് എളുപ്പത്തിലൊന്ന് ബാലൻസ് ചെയ്തെടുക്കണം. അതായത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി 3 കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇനി ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി കയറ്റത്തിലെടുക്കാനായിട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യമായിട്ട് ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയൊരു കയറ്റമാണ്. ഇവിടെ ഞാൻ വണ്ടി ഒന്ന് നിർത്തുകയാണ്. അപ്പം നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിത് ബ്രേക്കിലും ക്ലച്ചിലും വന്ന് വണ്ടി നിർത്തുന്നു. ഓക്കെ, ഈ കയറ്റത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ബ്രേക്കിൽ നിന്ന് എടുക്കുമ്പോൾ വണ്ടി ഇത് ഇങ്ങനെ ബാക്കിലേക്ക് റോളാകും. അപ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് ആദ്യം അയക്കാതെ കൃത്യമായിട്ട് ബ്രേക്കിൽ കാല് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ചിട്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു, ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു. ഇനി പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഈ കയറ്റം ആയതുകൊണ്ട് തന്നെ കയറ്റത്തെ വണ്ടിയെ നന്നായിട്ട് മൂവ് ആക്കാനായിട്ടുള്ള ഒരു പവർ കൊടുക്കണം. അത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കണം നല്ല രീതിയിൽ. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ നന്നായിട്ട് മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അയക്കുമ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ നമുക്ക് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് നിസ്സാരമായിട്ട് തോന്നും, പക്ഷെങ്കിൽ ഇത് എടുക്കാനായിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ കയറ്റത്ത് നിങ്ങളിത് ഇങ്ങനെ ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഒന്നാമത്തെ പോയിന്റ്. ഇത് കുറച്ച് ദിവസം നിങ്ങൾ ഓടിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പം ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ആദ്യം പ്രാക്ടീസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ബാലൻസ് കിട്ടാനായിട്ട് എപ്പോഴും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, നല്ല മൂവ്മെൻ്റ് ആയി, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ഇതേ ക്ലച്ച് പിടിച്ചേക്കാണ്. ഇപ്പോൾ വണ്ടി റൺ ചെയ്യുവാണല്ലോ, അതുകൊണ്ടാണ് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകാൻ പറയുന്നത്. അപ്പോൾ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡിലേക്ക് ഇടാം. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക, എന്നിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് പോവുക. റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഇവിടുന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. അതേ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ഇതേ ക്ലച്ച് ഔട്ടിയപ്പോൾ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് തേർഡ് ഇടാനായിട്ടുള്ള ടൈം കിട്ടും. ഓക്കെ, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ഇപ്പോൾ തേർഡിൽ പോവാണ്. ഇനി ഫോർത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക, അതിനുശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, ഫോർത്തിലേക്ക് ഇടുക. ഓക്കെ, ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇവിടെ ഫോർത്ത് വരുന്നു, ഇവിടെ ഒരു കുഴി വന്നു, അഡ്വാൻസ് ആയിട്ട് തേർഡ് ഇടുക. ആ കുഴിയുടെ അടുത്ത് വന്നിട്ടല്ല, കുറച്ചും കൂടെ മുന്നമേ തേർഡ് ഇടുക. ഇതിപ്പോൾ തേർഡിലും പോകുന്നില്ല, അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്തിട്ട് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഇടുക. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വണ്ടി മൂവ് ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? വണ്ടിയെ ഓഫ് ആകുന്നതിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്ത് ഏറ്റവും പവർ കൂടിയ ടോർക്ക് കൂടിയ ഫസ്റ്റ് ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് വരിക. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ പോകണം. ഓക്കെ, വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു, ഫോർത്തിൽ ഇങ്ങനെ പോവാണ്. ഇപ്പോൾ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു, ഇവിടെ ഒരു കയറ്റം വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് പിടിച്ചിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക, തേർഡിലേക്ക് ഇടുക, ക്ലച്ച് നിന്ന് കാല് വെച്ചിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് തേർഡ് ഗിയറിൽ ചിലപ്പോൾ ആണെങ്കിൽ കയറ്റം കയറിപ്പോകും. അത് നമുക്ക് ആക്സിലറേഷൻ കൊടുക്കുന്നതിലൂടെ മനസ്സിലാകും. പോകുന്നില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ വലിമടുക്കുന്നതിന് മുന്നേ തന്നെ ഗിയർ ഡൗൺ ചെയ്തിട്ട് സെക്കൻഡിലേക്ക് ഇടുക. വീണ്ടും നമുക്ക് വണ്ടി തീർത്തും പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഒരു നല്ല കയറ്റമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ മെല്ലെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് വണ്ടിയെ മൂവ് ആക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ.
അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ നിങ്ങൾ കാർ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ഒന്ന് മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് വളരെ വേഗത്തിൽ തന്നെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിൽ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ടിപ്സുകൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മറ്റു വീഡിയോകളും കൂടെ കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളോട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.